ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗായ്സ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1 കപ്പിൻ്റെ ഒരു കപ്പിൽ മൈദ, പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ 3 പ്രാവശ്യം നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് 3 മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മൂടി സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിവിടെ 1 kg പിസ്ത കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട. ഇപ്പോൾ ഏകദേശം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിൽ 1 കപ്പ് നമ്മൾ മൈദ എടുത്തില്ല, ആ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചീശായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചീശായിട്ടാണ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 2-3 തവണയായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ പഞ്ചസാര. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര അത് ഏകദേശം മിക്സായി വരുന്നുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചത് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആ ഒരു കപ്പിൻ്റെ ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂടി സൊറുക്ക, അതും കൂടെ ചേർത്തിട്ട് പിന്നെ അധികം നമ്മൾ ബീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചേക്കുന്ന മൈദയില്ലേ, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അത് 3ഉം അത് കുറച്ച് ഈശായിട്ട് പതുക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. ടൈറ്റ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലേശം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ വെച്ച പാൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചീശയായിട്ട് അതും ഇളക്കി മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മൾ മുഴുവൻ മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ആ ടൈമിൽ നന്നായിട്ട് ലൂസ് ആവാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ടയാണെങ്കിൽ നമുക്കൊരു ലേശം കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി, ഒന്ന് ലൂസാവണം ഒരു പാകത്തിൽ. അങ്ങനെ നമുക്കിതെല്ലാതും ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാറ്ററി ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഈ ഒരു പിസ്ത എലാഞ്ചി മിക്സ്, ഈ ഒരു ഫുഡ് കളർ, ഇതിൻ്റെ പിസ്തയുടെ ഫ്ലേവറും ഉണ്ട് കേട്ടോ ഇതിന്, നമുക്ക് ഒപ്പം കളറും ഉണ്ട്. അതൊരു 2-3 തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കളർ ഇത്തിരിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ കളർ ഇത്തിരി കുറവായിരുന്നു, നമുക്ക് ഇത്തിരിയും കൂടെ കളർ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ എന്നിട്ട് വീണ്ടും ഇളക്കി മിക്സ് ആക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ പിസ്തയുടെ കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അപ്പോഴേക്കും കേക്കിൻ്റെ ടിന്നിൽ ഓയിൽ വെച്ചിട്ട് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ A4 സൈസിൻ്റെ ഓയിൽ ചേർത്തിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് കേക്കിൻ്റെ ടിന്നിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാകം വേണട്ടോ നമ്മുടെ മാവിന്. അപ്പോൾ നമ്മൾ എല്ലാതും ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എയർ ബബിൾസ് എങ്ങാനും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓവനിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഓവനിലിരുന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീമിൽ നമുക്ക് കുറച്ച് മധുരം കുറവായിരിക്കും, അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ആകുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 3 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പഞ്ചസാര കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് പഞ്ചസാര ലായനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോർഡിൽ ഫസ്റ്റത്തെ ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ 3 ലെയറുമ്പോൾ പഞ്ചസാര ലായനി നമ്മൾ ഇത്തിരീശം ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ ബോർഡിൽ ഒരു ലേശം ക്രീം വെച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ ലെയർ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ലെയറുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര ലായനിയും കൂടെ നന്നായി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി 3 എണ്ണത്തുമ്പോഴും പഞ്ചസാര ഒന്ന് ചെറുതാക്കി ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ക്രീം എടുത്തിട്ട് ആദ്യം തന്നെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അടുത്തത് സെക്കൻഡ് ലെയർ വയ്ക്കും. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വയ്ക്കും.
വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കുറച്ച് ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അത് ഹാഫാക്കി മുറിച്ച് ഒന്നിൻ്റെ സൈഡിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് എടുത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഫുള്ളും പിസ്താടെ കളർ അടിച്ചിട്ട് ബാക്കിയുള്ള ക്രീമും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ ബൈ.